ലക്ഷ്മിക്ക് ആണുങ്ങളെ കാണാൻ പറ്റും. ലക്ഷ്മിക്ക് എന്താണ് പറ്റിയത്? ലക്ഷ്മിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ ആണുങ്ങളെ കാണാൻ പറ്റാൻ ലക്ഷ്മിക്ക് സത്യമാണോ? കൂടുതൽ നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ബിഗ് ബോസിൽ വന്ന സമയത്ത് ലക്ഷ്മി എന്ന മത്സരാർത്ഥികളെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അവർ നല്ല ഗെയിമറാണ് എന്ന് ഒരുപാട്. പിന്നെ അവിടുത്തെ ആദില നൂറയുടെ സമീപനവും മറ്റുള്ള ആളുകളുടെ സമീപനമൊക്കെ വെറുത്തുപോയി. പിന്നെ ഇന്നലെ നമ്മുടെ ഒനിയനോടുള്ള സമീപനം എല്ലാം ആളുകൾ വെറുത്തുപോയി. പക്ഷേ ഈ ആണുങ്ങളോട് നമ്മുടെ ലക്ഷ്മിക്കൊരു ദേഷ്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. ആണുങ്ങൾ അടുത്ത് വരാൻ വരുമ്പോൾ ഏറ്റുപോവുക. അവിടെയുള്ള മിക്ക മത്സരാർത്ഥികളും നമ്മൾ കാണുന്നവരും ലക്ഷ്മിയുടെ അടുത്ത് വല്ല വർത്താനം വരും. ലക്ഷ്മി ഒരു അകാലത്തിൽ ലക്ഷ്മി തന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ടാസ്കിലൊക്കെ എനിക്ക് തന്നെ അദ്ദേഹത്ത് ഓടാൻ പറ്റില്ല, എൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ലക്ഷ്മിക്ക് ഇത് എന്താണ് കാരണം? ലക്ഷ്മിയുടെ ലൈഫ് ഒരു ഭർത്താവുമായിട്ട് പറഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ ലൈഫിൽ ഒരുപാട് ട്രാജഡികളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അവർക്ക് എല്ലാ പുരുഷന്മാരെയും അവർക്ക് ദേഷ്യം. അവരുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലായി, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. പലരും വ്യത്യസ്തമായി ജീവിക്കുന്നത്. അല്ല ഇപ്പം എല്ലാ പുരുഷന്മാരും മോശമാണോ? ഇപ്പം ലക്ഷ്മിയുടെ ജീവിതത്തിൽ സംഭവിച്ച ലക്ഷ്മിയുടെ ഭാഗത്ത് തെറ്റുണ്ടായിരിക്കാം, ഭർത്താവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിരിക്കും. ചിലപ്പോൾ രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ട്, അല്ല ചിലപ്പോൾ അതിൽ ആരെങ്കിലും ഓരോ ഭാഗത്തായിരിക്കും തെറ്റ്. പക്ഷെ ലക്ഷ്മിയൊക്കെ പുറത്തറിഞ്ഞത് കുറച്ച് ഇതായിട്ട് സായി നമ്മുടെ സീക്രട്ട് ഏജന്റ് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പുള്ളിയുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ലക്ഷ്മിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ട്രാജഡി നടക്കുന്നതുകൊണ്ടാണ് എല്ലാ പുരുഷന്മാരോടും ഇത്ര വൈരാഗ്യം വന്നത് ലക്ഷ്മിക്ക്. പക്ഷേ ലക്ഷ്മിക്ക് തെറ്റാണ്. എല്ലാ പുരുഷന്മാരും സ്ത്രീ വിരുദ്ധരോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളോ ഒന്നും അല്ല. അത് ലക്ഷ്മി മനസ്സിലാക്കുക. ലക്ഷ്മിക്ക് ഈ ഒരു സംഭവമാണ് മസ്താനി ഉടച്ചെന്ന് ലക്ഷ്മിയോട് പറഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് എത്രയ്ക്കും ഉണിയനോട് അപ്പം പഴയ ഉണ്ടായ കണക്റ്റും എല്ലാം കൂടെ ചെയ്തപ്പോൾ ആണുങ്ങളോട് വൈരാഗ്യം എല്ലാം കൂടെ കയറിപ്പോണം ഉണിയൻ്റെ തലയിൽ കയറി ഈ കാട്ടിക്കൂട്ടിയത്. അല്ലാതെ വേറൊരു നമ്മുടെ ജീവിതമായിട്ട് ഇതായിക്കൊണ്ട് അപ്പോൾ ലക്ഷ്മി എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി പൊരുത്തപ്പെടാൻ പറ്റാതെ ലക്ഷ്മി മറ്റുള്ളവരുടെ എന്ന് വെച്ചാൽ സ്വന്തം ജീവിതമായിട്ട് മറ്റുള്ളവരുടെ ഇതിലേക്ക് കണക്ട് ചെയ്തു. അതാണ് ലക്ഷ്മിക്ക് പറ്റിപ്പോയവിടെ. ലക്ഷ്മി നല്ലൊരു മത്സരാർത്ഥിയാണ്, നന്നായി സംസാരിക്കാൻ അറിയാം. പക്ഷെ അവരുടെ വായിന്ന് വരുന്ന വാക്കുകൾ ഗെയിമിൻ്റെ അതെല്ലാം വളരെ മോശം. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ട്രാജഡി ഏറ്റിട്ടുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല, ഓരോ ചാനലൊക്കെ ഉണ്ട് ട്രാജഡി എന്താണെന്നൊക്കെ. പക്ഷേ ഈ ഒരു ട്രാജഡി കൊണ്ടാണ് അവർ ഇതുപോലെ ആയത്, ഇങ്ങനെയുള്ള ഈ ആൺവിരോധിയായത്. അപ്പോൾ അത് ഒണിയന് തന്നെ പറയുന്നത് ആണുങ്ങളെ ഒന്നടക്കം കണ്ടുകൂടാ സത്യമായ കാര്യമാണ്. ലക്ഷ്മിയുടെ ആറ്റിറ്റ്യൂഡ്, ആണുങ്ങളോടുള്ള പെരുമാറ്റം എല്ലാം നോക്കുമ്പോൾ തന്നെ അറിയാം. ലക്ഷ്മി ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ ആണുങ്ങളും മോശമല്ല, എല്ലാ സ്ത്രീകളും മോശമല്ല. ചിലരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അങ്ങനെ ആക്കുന്നത്. അപ്പോൾ എല്ലാവരും മോശമാണെന്ന് പറയുന്നതോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. സ്ത്രീകളിലുണ്ട്, പുരുഷന്മാരിലുമുണ്ട്, മോശക്കാരുണ്ട്, മോശമല്ലാത്തവരുണ്ട്. അത് ലക്ഷ്മി മനസ്സിലാക്കുക. അല്ല ലക്ഷ്മിയുടെ ജീവിതത്തിൽ വന്നത് കൊണ്ട് മാത്രം എല്ലാ പുരുഷന്മാരും മോശമാണെന്നല്ല. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിൽ ലൈക്ക് ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.